ഒരു പ്രാവശ്യം തെറ്റിയാല് പിന്നെ ഇടയ്ക്കിടയ്ക്ക് തെറ്റുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അങ്ങനെ. ആ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ എപ്പോഴും അങ്ങനെ തെറ്റുന്നത്? അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയുടെ കുഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള ജോയിന്റ് ആണ് നമ്മുടെ ഷോൾഡറിലെ കുഴ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മൂവ്മെന്റ് കൂടുതലായതുകൊണ്ട് ഇതിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തെന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു പ്രാവശ്യം തെറ്റി എന്ന് പറയുമ്പോൾ ഏറ്റവും കുറവ് വയസ്സിൽ 20 വയസ്സിന് താഴെയാണ് നമ്മുടെ കുട തെറ്റുന്നതെങ്കിൽ ഭാവിയിൽ വീണ്ടും വീണ്ടും കുട തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അന്ന് നമ്മുടെ ഒരു 50 വയസ്സിലാണ് ആദ്യമായിട്ട് കുട തെറ്റുന്നതെങ്കിൽ പിന്നെ കുട തെറ്റാനുള്ള സാധ്യത പൊതുവെ കുറവാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ കുട തെറ്റുന്ന ആൾക്കാരിൽ, ഒരു പ്രാവശ്യം തെറ്റിയുള്ള ആൾക്കാരിൽ, അവരിപ്പോ ഫുട്ബോൾ കളിക്കാൻ പോവുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് നിന്നിട്ട് നമ്മളിങ്ങനെ നിൽക്കുമല്ലോ. അപ്പൊ നിൽക്കുമ്പോൾ നമ്മൾ കൈ പൊക്കി നിൽക്കുന്ന സമയത്ത് ബോൾ തട്ടിക്കഴിഞ്ഞാൽ കുട തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മുടെ ഈ ജോയിന്റിന്റെ ഏറ്റവും സേഫ് അല്ലാത്ത കുട തെറ്റാനുള്ള സാധ്യത ഉള്ള പൊസിഷനാണ് ഇങ്ങനെ. അപ്പൊ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് മാക്സിമം കുറയ്ക്കുക. പിന്നെ കുഴ തെറ്റിയ സമയത്ത് ഒരു 3 ആഴ്ച വരെ കൈ അനക്കാതെ വെച്ച് അത് നല്ലപോലെ ഉണങ്ങാനുള്ള സമയം കൊടുക്കണം. അതല്ലാതെ കുഴ തെറ്റിയപ്പോൾ തന്നെ ശരിയായ ശേഷം നമ്മൾ വീണ്ടും പെട്ടെന്ന് ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് കൂടും. അപ്പൊ ഇതാണ് കുഴ തെറ്റലിന്റെ കാര്യം. പിന്നെ ചില ആൾക്കാരിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വീണ്ടും വീണ്ടും കുഴ തെറ്റുക. അങ്ങനത്തെ ഉള്ള ആൾക്കാരിൽ ശരിക്കും ഓപ്പറേഷൻ വേണ്ട ഒരു സംഭവമാണ്. അപ്പൊ ഇതാണ് ഒരു കുഴ തെറ്റലിന്റെ ഒരു കാര്യം.